ഡിവൈഎഫ്ഐയുടെ എന്ന് മാത്രമല്ല പൊരുതുന്ന യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കെല്ലാം ആവേശവും കരുത്തുമാണ് കൂത്തുപറമ്പിൻ്റെ ഓർമ്മകൾ. രാജ്യത്തും ലോകത്തും തന്നെ ഇങ്ങനെയൊരു ഐതിഹാസിക സമരത്തെ ഇത്രയധികം ആവേശത്തോടെ ഇന്നും നെഞ്ചേറ്റുന്നതിൽ ഒരു പ്രത്യേക പങ്കുള്ള ഒരു സമരാധ്യായം തന്നെയാണ് ഈ കൂത്തുപറമ്പ്. കൂത്തുപറമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വരും തലമുറക്കുള്ള ഒരു കരുതി വെക്കൽ ആയിരുന്നു ആ പ്രതിഷേധം. വരും തലമുറക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കമായിരുന്നു ആ സമരം. ഈ നാട് പണമുള്ളവർക്ക് മാത്രം വീതിച്ചു കൊടുക്കുന്ന വലതുപക്ഷ നയങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ വെമ്പൽ കൊള്ളുന്ന ഭരണാധികാരികളുടെ അന്ധതക്കെതിരെയുള്ള വലിയ സമരമായിരുന്നു അത്. ആ സമരം തീർത്തും നിരായുധരായ സമര പോരാളികൾക്ക് നേരിടേണ്ടി വന്ന ക്രൂരത ഈ നാടിനോട് വിളിച്ചു പറയുന്നുണ്ട്. ഏറ്റവും ക്രൂരമായി വേട്ടയാടി തന്നെയാണ് ആ സമര പോരാളികളെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ മനുഷ്യർ എല്ലാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ സമരാധ്യായം ഓർമ്മയിലുണ്ടാകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ കൂത്തുപറമ്പിൻ്റെ ഓർമ്മകൾ കൂടുതൽ കരുത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് വരും കാലയളവിലേക്ക് ഈ നാടിനെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറച്ചു കൊണ്ടുവരുന്നതിന്, എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് കൂത്തുപറമ്പിൻ്റെ ഓർമ്മകൾ നമുക്ക് കരുത്താകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പതാക ഉയർത്തൽ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു, നിർത്തുന്നു.